ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമ്മിൻ്റെ മിക്കവാറും എല്ലാ സബ്ജക്റ്റുകൾക്കും എല്ലാ BA-കാർക്കും ഉള്ള പേപ്പറാണ്. BA BCom-കാർക്കൊക്കെ ഉള്ളൊരു പേപ്പറാണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്. അതിൻ്റെ 4ാമത്തെ ബ്ലോക്കിൽ ഫസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബാക്കി 3 യൂണിറ്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഓൾറെഡി. ഇനി 4ാമത്തെ യൂണിറ്റാണ്. നിങ്ങൾ എക്സാമൊക്കെ അനൗൺസ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇത് പെട്ടെന്ന് തീർത്തിട്ട് എക്സാം ബേസ്ഡ് ക്ലാസ്സുകൾ ആവുന്നത്ര വിഷയങ്ങളുടേത് തരാനാണ് ശ്രമിക്കുന്നത് കേട്ടോ. നോക്കാം, നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി എളുപ്പമാവുമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ക്ലാസ് മുന്നേ തരുന്നത്. നോക്കാം. ക്ലാസ് 4ാമത്തെ ബ്ലോക്കിൻ്റെ പേര് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഇൻ കേരള ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ് എന്നാണ്. കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും അതിൻ്റെ പ്രാധാന്യവും. അതിൽ 1ാമത്തെ യൂണിറ്റ് ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻസ് ഇൻ കേരള ആണ്. കേരളത്തിലെ ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെക്കുറിച്ച് ആണ് പറയുന്നത് ഫസ്റ്റ് യൂണിറ്റിൽ കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് ഏതൊക്കെയാണ് അതിൽ വരുന്നത്. ആദ്യം വരുന്നത് എടക്കൽ ഗുഹയാണ്. എടക്കൽ ഗുഹ എന്ന് പറയുമ്പോൾ എടക്കൽ ഗുഹയിൽ അത് വയനാട് മേഖലയിൽ ഉത്ഖനനം നടത്തിയപ്പോൾ നിരവധി സൂക്ഷ്മശിലായുഗ അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുക നിയോലിത്തിക് സൈറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എടക്കൽ ഗുഹ എന്ന് പറയുന്നത്. കേരളത്തിലെ വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ്. ഇതാണ് അമ്പുകുത്തി മലയിലെ ആദ്യകാല പാറകൊത്തുപണി സൈറ്റുകളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്, ഈ എടക്കൽ ഗുഹയെ. പാറകൊത്തുപണിക്ക് പറയുന്ന പേരെന്താണ്? പെട്രോഗ്ലിഫ് എന്നാണ് കേട്ടോ. പെട്രോഗ്ലിഫ് എന്ന് പറയുന്നത് പെട്രോഗ്ലിഫ് രൂപത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രദേശമാണ്. എടക്കൽ ഗുഹകളിൽ ഏറ്റവും പഴക്കം ഏറിയ മനുഷ്യവാസ കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടാണ് എടക്കൽ ഗുഹയെ കണക്കാക്കുന്നത്. 1896 മലബാറിലെ പോലീസ് സൂപ്രണ്ടായിരുന്ന F. ഫാസറ്റാണ് എടക്കൽ ഈ ഷെൽട്ടർ കണ്ടെത്തിയത്. അദ്ദേഹം ഒരു അഭയകേന്ദ്രം കണ്ടെത്തിയപ്പോൾ, അതൊരു അഭയകേന്ദ്രമായിട്ട് അതിനെ കണ്ടെത്തിയപ്പോൾ ഗുഹകളുടെ ചുവരുകളിൽ രേഖാചിത്രങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരുന്നു എന്നാണ്. അനേകം രേഖാചിത്രങ്ങൾ അതിൽ ഉണ്ടായിരുന്നു. കൂടാതെ 5 ചെറിയ ലിഖിതങ്ങളും ഉണ്ടായിരുന്നു. എന്താ പറയുക, ജൈനരിലെ കാദംബന്മാർ, ഹൊയ്സാലന്മാർ, ബല്ലാളരൊക്കെ ഇവരുടേതൊക്കെയാണ് ആ ലിഖിതം എന്നാണ് അദ്ദേഹം മനസ്സിലാക്കുക. അപ്പോൾ ആ രേഖകളിൽ നിന്ന് അദ്ദേഹത്തെ മനസ്സിലായതായിരിക്കും, അങ്ങനെയാണ് മനസ്സിലാക്കപ്പെടുന്നത്. ഗുഹയുടെ ചുവരുകളിൽ ചിത്രങ്ങളുമുണ്ട്. അദ്ദേഹം കണ്ടെത്തിയ ചുവരുകളിൽ ചിത്രങ്ങളുമുണ്ട്. കൊത്തുപണികൾ, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രൂപങ്ങൾ, മനുഷ്യ ഉപയോഗത്തിനുള്ള വസ്തുക്കൾ, ചിഹ്നങ്ങൾ, അതുപോലെ ശിരോവസ്ത്രങ്ങൾ, മൃഗങ്ങളുടെ എന്താ പറയുക പല ഏരിയകളിലായിട്ട് കൊത്തിവെച്ചിട്ടുള്ള ചെറിയ ഇപ്പോൾ തലയുടെ ഭാഗം അങ്ങനെ ചെറിയ ഭാഗങ്ങൾ മാത്രം കൊത്തിവെച്ചിട്ടുള്ള രീതിയിൽ ഒക്കെ കണ്ടിരുന്നു. അത് മൃഗങ്ങളിൽ പ്രധാനമായിട്ട് നായ്ക്കൾ, ആനകൾ, മാന്, മയിൽ തുടങ്ങിയ മൃഗങ്ങളും അവയോട് ബന്ധമുള്ള നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ചിഹ്നങ്ങളും ഒക്കെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൊത്തുപണികളിലധികവും മാന്ത്രിക ചതുരങ്ങളാണ് അതായത് അത് നിരീക്ഷിച്ച ആളുകൾ കണ്ടെത്തിയത് മാന്ത്രിക ചതുരങ്ങളാണ്. സ്ഥലം വിശദമായിട്ട് വിവരിച്ച ഫാസറ്റ് ഈ കൃതികൾ കൊത്തിയെടുത്തത് കുറുമ്പ്രർ എന്ന് പറയുന്ന ഒരു ആദിവാസി വിഭാഗമാണ് എന്നാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഏകദേശം 200 മഹാശിലാ സൈറ്റുകൾ ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതാണ് എടക്കൽ ഗുഹയെക്കുറിച്ച്. ഇനി മറ്റൊന്നാണ് പത്മനാഭപുരം കൊട്ടാരം. കേരളത്തിലെ കൊട്ടാരങ്ങൾ പരമ്പരാഗത ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. തടി വർക്കിൻ്റെ പ്രധാന സ്വഭാവം നമുക്ക് അവയിലൊക്കെയും കാണാൻ കഴിയും. അതായത് മരം കൊണ്ടുണ്ടാക്കിയതാണ്. സമ്പന്നമായ വാസ്തുവിദ്യാ പാരമ്പര്യമുള്ള പ്രധാന കൊട്ടാരങ്ങളിൽ ഒന്നാണ് പത്മനാഭപുരം കൊട്ടാരം. കേരളത്തിൻ്റെ വാസ്തുവിദ്യാ വൈദഗ്ധ്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഈ കൊട്ടാരത്തെ കണക്കാക്കുന്നത്. കന്യാകുമാരി ജില്ലയിലെ പത്മനാഭപുരം പട്ടണത്തിലാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ തിരുവനന്തപുരത്ത് എന്ന് പറയും അല്ലേ, എവിടെയാണതിൽ? കന്യാകുമാരി ജില്ലയിലാണ്. സ്ഥാനം, ഫലഭൂയിഷ്ഠമായ ഭൂമി, സമൃദ്ധമായ ജലവിതരണം എന്നിവ കാരണം പത്മനാഭപുരം വേണാട് രാജകുടുംബത്തിൻ്റെ തലസ്ഥാനമായിട്ട് നിലനിന്നിരുന്നു. അതിനാൽ 18ാം നൂറ്റാണ്ടിൽ ഈ കൊട്ടാരം രാജകീയ അധികാരത്തിൻ്റെ ഇരിപ്പിടം അല്ലെങ്കിൽ കേന്ദ്രമായിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. കൊട്ടാരത്തിലെ അവസാനത്തെ താമസക്കാരൻ ധർമ്മരാജ ചക്രവർത്തിയാണ് കേട്ടോ. ഇപ്പോൾ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പത്മനാഭപുരം കൊട്ടാരം നിലവിൽ കേരള സർക്കാരിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ തന്നെയാണ്. അതിൻ്റെ പ്രത്യേകതകളാണ് ഈ പറയുന്നത്. നടുമുറ്റത്തോടു കൂടിയ 4 പദ്ധതിയിലാണ് കൊട്ടാരം നിർമ്മിച്ചിട്ടുള്ളത്. 16ാം നൂറ്റാണ്ടിലാണ് ഏറ്റവും പഴയ ഈ നിർമ്മിതികൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നും കരുതപ്പെടുന്നു. കൊട്ടാരത്തിനുള്ളിലെ പ്രധാന കെട്ടിടങ്ങളിൽ ചിലത് പ്രവേശന ഹാള്, പിന്നെ കൗൺസിൽ ചേംബർ, അതായത് മന്ത്രശാല എന്ന് പറയും, മന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്താനുള്ളത്, പിന്നെ ആരാധനാലയം, അതായത് പൂജാ മണ്ഡപം,
പിന്നെ നവരാത്രി മണ്ഡപം പോലെയുള്ള സരസ്വതി ക്ഷേത്രം, പിന്നെ ഉപ്പരി കമാലിക എന്ന് പറയുന്നത്, അതായത് വേഗം നിലകളുള്ള കെട്ടിടം ഉണ്ടോ, എന്നിവയിൽ കൂടുതലായിട്ടാണ് ഇതിൽ കൂടുതലുണ്ട്. ഇത് പ്രധാനമായതായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇത്രയൊക്കെയാണ് അതിൽ കാണപ്പെടുന്നത്. ഹൈന്ദവ പുരാണങ്ങളിലെ എന്താ പറയുക, വിവിധങ്ങളായ രംഗങ്ങൾ ചിത്രീകരിക്കുന്ന 40 ചുവർ ചിത്രങ്ങൾ ഈ കൊട്ടാരത്തിനകത്തുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. കൊട്ടാരത്തിൽ നമുക്ക് പോയാൽ കാണാം, അതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ. കൊട്ടാരത്തിൻ്റെ പ്രാഥമിക കവാടത്തിൻ്റെ പേര് മുഖ്യവാതിൽ എന്ന് തന്നെയാണ്. മെയിൻ കവാടത്തിന് മുഖ്യവാതിൽ എന്ന് തന്നെയാണ് പേര്. മെറ്റൽ സ്പൈക്കുകളുള്ള വലിയ വാതിലുകളും ഉറപ്പുള്ള മതിലുകളും ഉപയോഗിച്ചിട്ടാണ് പ്രവേശന കവാടം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്രത്യേക രൂപകൽപ്പന ഭീഷണികൾക്കെതിരായ പ്രതിരോധമായിട്ട് പ്രവർത്തിച്ചു എന്ന് കാണാം. അതായത് ബാഹ്യ വിദേശ ശക്തികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയുള്ള ആക്രമണത്തിനുള്ള പ്രതിരോധമായിട്ടത് പ്രവർത്തിച്ചു എന്ന് പറയും. ഗേറ്റ്വേ കടന്നാൽ സന്ദർശകർ പടിപ്പുരയിൽ പ്രവേശിക്കും. കൊട്ടാരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ബന്ധിപ്പിക്കുന്ന ഒരു എന്താ പറയുക, നടമാളിക എന്ന ഒരു മുകൾ നിലയിലാണ് ഈ ഘടന ഉള്ളത്. ഈ നടമാളികയ്ക്ക് നടുമുറ്റത്തിൻ്റെ കാഴ്ച, അതായത് നടമാളികയിൽ നിന്ന് നമുക്ക് നടുമുറ്റത്തേക്ക് കാഴ്ച കിട്ടും എന്ന രീതിയിലാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൊട്ടാരത്തിൽ വലിയ ഊട്ടുപുരയും ഹോമപ്പുരയും ഒക്കെ ഉണ്ട്. പൂമുഖമാലിക കൊട്ടാരത്തിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നു. കൊട്ടാരത്തിനുള്ളിലെ മറ്റൊരു സമുച്ചയത്തിലേക്കുള്ള കണക്ഷൻ പോയിൻ്റായിട്ടാണ് ഈ പൂമുഖമാലിക പ്രവർത്തിക്കുന്നത്. പൂമുഖമാലികയുടെ സങ്കീർണമായ മേൽത്തട്ട് വളരെ ശ്രദ്ധേയമാണ്. 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച തായ് കൊട്ടാരമാണ് മറ്റൊരു പ്രധാന, അതിനകത്തുള്ള മറ്റൊരു കെട്ടിടമാണ് തായ് കൊട്ടാരം. ഈ നിർമ്മിതി കൊട്ടാരത്തിൻ്റെ കേന്ദ്രഭാഗത്തായിട്ടാണ് നിലകൊള്ളുന്നത്. ഏത്? തായ് കൊട്ടാരം. തായ് കൊട്ടാരത്തിൻ്റെ ഉൾഭാഗം പരമ്പരാഗത 4 കെട്ട് കാണിക്കുന്നുണ്ട്. വേപ്പിൻ മൂട് കൊട്ടാരത്തിനും തായ് കൊട്ടാരത്തിനും ഇടയിലാണ് പാൽമുട്ട് കൊട്ടാരം എന്ന ഇരുനില കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ ഒരൊറ്റ കൊട്ടാരത്തിനകത്ത് വരുന്ന അനേകം കൊട്ടാരങ്ങളെക്കുറിച്ച് പഠിക്കുകയല്ല നമ്മൾ കേട്ടോ. കൊട്ടാരത്തിൽ പറഞ്ഞല്ലോ, ഊട്ടുപുരകളുണ്ട്, ഹോമപുരകളുണ്ട്. വലിയ ഊട്ടുപുര ഒരു ഇരുനില ഭക്ഷണശാലയാണ്. ദേവന്മാർക്ക് പൂജകൾ നടത്തുന്ന സ്ഥലമാണ് ഹോമപുര. നവരാത്രി മണ്ഡപം കല്ലിൽ തീർത്തൊരു പ്രകടനശാലയാണ്. വിജയനഗര ശൈലിയിലാണ് ഇത് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഈ പറഞ്ഞ ഹോമപുര, ഊട്ടുപുര കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, അവരുടെ കാലഘട്ടത്തിലായിരിക്കാം അതത്രയും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടാവുകയെന്ന്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഉപ്പരിക മാളിക, ആയുധപ്പുര, അതാണ് ആയുധങ്ങളുടെ വീട് അല്ലെങ്കിൽ ആയുധങ്ങൾ ശേഖരിക്കുന്ന ഇടമാണ് ആയുധപ്പുര. പിന്നെ അമ്പാരി മുപ്പവ്, അതായത് തെക്കേ തെരുവിലേക്ക് തുറക്കുന്ന ഒരു ബേ വിൻഡോ, അതാണ് എന്ത്, അമ്പാരി മുഖപ്പ് എന്ന് പറയും. ഇവ ദ്രാവിഡ വാസ്തുവിദ്യയുടെ പ്രതിരൂപങ്ങളായിട്ടാണ് കണക്കാക്കുക. ഇതൊക്കെ കൊട്ടാരത്തിലുണ്ട്. അപ്പോൾ ആരുടെ കാലത്ത് നിർമ്മിച്ചതെന്ന് പറഞ്ഞാൽ നിർമ്മിച്ചൊരു കാലഘട്ടം ഉണ്ടാവും, 16-ാം നൂറ്റാണ്ട് എന്നുള്ളത്. പിന്നെ വിവിധ ഭരണാധികാരികൾ അതിലേക്ക് കൂട്ടിച്ചേർക്കലുകളോ അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യലോ ഒക്കെ നടത്തിയിട്ടുണ്ടാവാം. അതാണ് അങ്ങനെ ഓരോ കാലഘട്ടത്തിൻ്റെ സവിശേഷതകൾ നമ്മൾ അതിൽ കാണുന്നു എന്ന് പറയുന്നു കേട്ടോ. ഇനി മറ്റൊന്നാണ് ഇത് ബേക്കൽ ഫോർട്ട്, ബേക്കൽ കോട്ട ഒക്കെ. 30 ഏക്കറിൽ പരന്നു കിടക്കുന്ന വൃത്താകൃതിയിലുള്ള ബേക്കൽ കോട്ട കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നാണ്. 30 ഏക്കറിൽ അത് വ്യാപിച്ചു കിടക്കുന്നു. 1650 ബദനൂരിലെ ശിവപ്പ നായക് ആണ് ഈ കോട്ട നിർമ്മിച്ചത് എന്നാണ് പൊതുവെയുള്ള വാദം. അത് നിർമ്മിച്ചെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് 1763 ഹൈദരാലിയുടെ കീഴിലും 1799 ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ കീഴിലുമായിട്ടിത് വളർന്നു. എങ്കിലും ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് കണ്ണൂരിലെ കോലത്തിരികളാണ് കോട്ട നിർമ്മിച്ചത് എന്നും ഇത് പിന്നീട് ബദനൂരിലെ ശിവപ്പ നായകന്മാർക്ക്, നായക എന്ന് പറയുന്നത് നായകർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലുള്ള ആളാണ്, അവർ പിടിച്ചെടുത്തു എന്നുമാണ്. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര ഗ്രാമത്തിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. കൊലത്തിരിയുടെ കീഴിൽ ബേക്കലിൻ്റെ സമുദ്ര വ്യാപാരം വളരെയേറെ വർദ്ധിച്ചു. ഇത് പിന്നീട് തുളുനാട്ടിലെ തുറമുഖ നഗരമായിട്ട് മാറി. അറബിക്കടലിൻ്റെ ഉയർന്ന കുന്നിൻ മുകളിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂർ സർക്കിളിലെ സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റ് ടി സത്യമൂർത്തിയുടെ നേതൃത്വത്തിൽ 1997-ലും 98, ഇതുപോലെ 2000, 2001 ഒക്കെ നടത്തിയ പുരാവസ്തു ഗവേഷണത്തിൽ കോട്ടയിൽ നിന്ന് നിരവധി പ്രധാന ഘടനാപരവും ഭൗതികവുമായ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇവയിൽ ഒരു ദർബാർ ഹാള്, ഒരു ക്ഷേത്രം എന്നിവ ഉൾപ്പെടുന്നുണ്ട്. നായ്ക്കന്മാരുടെയും ടിപ്പുവിൻ്റെയും കാലഘട്ടത്തിലെ സ്വർണം, വെള്ളി, ഈയം, ചെമ്പ് എന്നിവ ഉൾപ്പെടെയുള്ള 2000 പുരാതന വസ്തുക്കളും ഖനനത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ കോട്ടയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഒരു പാർപ്പിട സമുച്ചയം
കുഴിച്ചെടുത്തിട്ടുണ്ട്. വീടുകൾ ഗ്രിഡ് പാറ്റേണിൽ, അതൊരു ഗ്രിഡ് രൂപം, രണ്ട് വശങ്ങളിൽ റോഡിൻ്റെ ഇരുവശങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ പിരമിഡ് രൂപം എന്നൊക്കെ ആണെങ്കിൽ നമുക്കല്ലെങ്കിൽ എന്താ പറയുക മട്ടത്രികോണ രൂപം, അതിനൊക്കെയാണ് ഗ്രിഡ് രൂപം എന്ന് പറയുക. രൂപത്തിലാണ് വീടുകൾ നിർമ്മിച്ചിരുന്നത്. ടിപ്പു സുൽത്താൻ്റെ മിൻറ്റ് ഹൗസാണ് ഈ സ്ഥലത്തിന് മറ്റൊരു പ്രധാന കണ്ടെത്തൽ. കൂടാതെ വടക്ക് തെക്ക് ദിശയിൽ കൊട്ടാര സമുച്ചയമായി തിരിച്ചിരിക്കുന്ന 3 ടൺ ചതുരാകൃതിയിലുള്ള ഘടന കണ്ടെത്തിയിട്ടുണ്ട്. ചതുരശാല അല്ലെങ്കിൽ ചതുർശാല എന്ന പേരിലാണിത് അറിയപ്പെടുന്നത്. കോട്ടയിൽ നിന്ന് കണ്ടെത്തിയ മൺപാത്രങ്ങളെ പ്രധാനമായിട്ടും 4 തരങ്ങളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. റെഡ് വെയർ, ബഫ് വെയർ, ബ്ലാക്ക് വെയർ, ഗ്ലേസ്ഡ് വെയർ എന്നിങ്ങനെയാണത് തരംതിരിച്ചിട്ടുള്ളത്. പിന്നെ അത് ഓരോന്ന് എന്താണെന്നൊക്കെ പറയുന്നത് നമുക്ക് അത്ര വിശദമായിട്ട് അത് പഠിക്കാൻ കഴിയില്ല. ഗ്രേ വെയർ, ഗ്ലഡ് ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാക്കി അങ്ങനെ. അതുപോലെ തന്നെ മൺപാത്രങ്ങൾ ഉണ്ടാക്കിയ ചൂളയുടെ അവശിഷ്ടങ്ങൾ, നാണയങ്ങൾ, പിന്നെ അതുപോലെ ചെമ്പ് നാണയങ്ങൾ, പൂപ്പൽ, അതുപോലെ 700 ചെമ്പ് കഷണങ്ങൾ, പിന്നെ ലഡ് പൂപ്പൽ, ഇതെല്ലാം ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്ത ഭാഗത്ത് നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് വരുന്നത് പാലക്കാട് ഫോർട്ടാണ്. പാലക്കാട് കോട്ട കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് കോട്ട സ്ഥിതി. പേര് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലേ. ടിപ്പുവിൻ്റെ കോട്ട എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. 1766 ഹൈദരാലിയാണ് കോട്ട നിർമ്മിച്ചത്. ടിപ്പുവിൻ്റെ പിതാവായ ഹൈദരാലിയാണ് കോട്ട നിർമ്മിച്ചത്. നിലവിൽ ASI കോട്ട സംരക്ഷിച്ചു പോരുന്നത്. അതായത് ASI ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ് ഇപ്പോൾ കോട്ട സംരക്ഷിച്ചു പോരുന്നത്. 18-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സാമൂതിരിയുടെ കീഴിൽ കോമു അച്ഛൻ പിന്നെ പാലക്കാട് പ്രദേശം ഭരിച്ചിരുന്ന കാലത്താണ് കോട്ടയുടെ ചരിത്രം ആരംഭിക്കുന്നത്. 1758 കോമു അച്ഛന് സ്വതന്ത്രം പ്രഖ്യാപിക്കുകയും ഒരു സ്വതന്ത്ര ഭരണാധികാരിയായിട്ട് പാലക്കാട് ഭരിക്കുകയും ചെയ്തപ്പോൾ അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല, സാമൂതിരിക്ക് ഇഷ്ടപ്പെട്ടില്ല. സാമൂതിരി എന്ത് ചെയ്തു? സാമൂതിരി കോമു അച്ഛനും തമ്മിലൊരു മത്സരം, അതൊരു സംഘർഷത്തിന് കാരണമായി. നഗരം ആക്രമിക്കാനും ഹൈദരാലിയുടെ പിന്തുണ തേടാനും അത് സാമൂതിരിയെ പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് സാമൂതിരി ഈ പാലക്കാടിൻ്റെ കാര്യത്തിൽ ഹൈദരാലി പാലക്കാടിൻ്റെ കാര്യത്തിൽ ഇടപെട്ടത്. അതായത് സാമൂതിരി നമ്മുടെ എല്ലാതും അങ്ങനെയാണ്. എന്താണ്, നമ്മുടെ രാജ്യം നമ്മളായിട്ട് തന്നെ നമ്മളിലുള്ള പരസ്പരമുള്ള ചെറിയ ചെറിയ നിസ്സാര വൈരുദ്ധ്യങ്ങളുടെ പേരിൽ നമ്മൾ മറ്റ് വിദേശികളെ മറ്റുള്ളവരെയൊക്കെ അങ്ങനെ ഇങ്ങോട്ട് ആകർഷിച്ച് അവരെ വിളിച്ചു വരുത്തി അങ്ങനെയാണ് നമ്മളുടെ വലിയൊരു ഏരിയ നമ്മൾ അവർക്ക് അങ്ങോട്ട് ഭരിക്കാൻ. അങ്ങനെ തന്നെയാണ് ബ്രിട്ടീഷുകാരൊക്കെ വന്നിട്ടുള്ളത്. അവർ നമ്മുടെ എന്താ പറയുക നമ്മൾ അധികാര മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടല്ലേ പല പ്രദേശങ്ങളും അവർ പിടിച്ചെടുത്തത്. അവർക്ക് പോരാടുകയോ സൈന്യത്തെ അയക്കുകയോ ചെലവഴിക്കുകയോ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ആ രീതിയിലാണ് ഹൈദരാലിയും ഇവിടെ പാലക്കാട് എത്തുന്നത്. പിന്നീട് അദ്ദേഹം അത് കയ്യിലാക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ശേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അത് മകനായ ടിപ്പു അതിനെ പുതുക്കി പണിയുകയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് അതിനെ ടിപ്പുവിൻ്റെ കോട്ട എന്ന പേരിൽ കൂടി അറിയപ്പെടുന്നത് കേട്ടോ. ഹൈദരാലിയുടെ ഉപദേശത്തെ തുടർന്ന് 1757 പാലക്കാട് കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചു. കോയമ്പത്തൂരിനും പാലക്കാടിനും ഇടയിലുള്ള ആശയവിനിമയത്തിനുള്ള തന്ത്രപ്രധാനമായ കേന്ദ്രമായിട്ടാണ് ഈ കോട്ട പ്രവർത്തിക്കുന്നത്. ഒരു ചിന്തയിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ഹൈദരാലി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഹൈദരാലിയുടെ മരണശേഷം ടിപ്പു സുൽത്താൻ കോയമ്പത്തൂർ തിരിച്ചു പിടിക്കുന്നത് വരെ സാമൂതിരിയുടെ നിയന്ത്രണത്തിൽ തന്നെ തുടർന്നു. പിന്നീട് ടിപ്പു അത് തിരിച്ചു പിടിച്ചപ്പോൾ ടിപ്പുവിൻ്റെ കോട്ടയായിട്ട് ടിപ്പു അത് പുനർനിർമ്മിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം ഈ സ്ഥലം തഹസിൽ ഓർ കുറ്റച്ചേരിയായിട്ട്, അതായത് റവന്യൂ ഓഫീസായിട്ട് മാറ്റി. അങ്ങനെ പഠിച്ചാൽ മതി. തഹസിൽ ഓഫ് കുറ്റച്ചേരി എന്നൊക്കെ അത് അന്നത്തെ കാലത്തെ പ്രയോഗങ്ങളാണ് കേട്ടോ, നമുക്ക് പഠിക്കാൻ കഴിയില്ല. എന്താണ് റവന്യൂ ഓഫീസാക്കിയിട്ട് മാറ്റി. വിവിധ സർക്കാർ ഓഫീസുകൾ, ബ്രിട്ടീഷുകാരുടെ വിവിധ സർക്കാർ ഓഫീസുകളും ആ കോട്ടയ്ക്കുള്ളിൽ പ്രവർത്തിച്ചിരുന്നു. വാസ്തുവിദ്യ സംയോജനത്തിൻ്റെ അല്ലെങ്കിൽ അതിന് പേര് കേട്ട ഒരു കോട്ടയാണേത് പാലക്കാട് കോട്ട. അത് ഇന്ത്യക്കാരനോ യൂറോപ്യനോ അല്ല. പിന്നെയോ ഹൈദരാലിയുടെ സൈനിക ആസ്ഥാനമായ ജയിൽ മോഡലുകളിൽ നിന്നുള്ള പഴയ ഗ്രാനൈറ്റ് കല്ലാണ് പ്രധാനമായിട്ടും അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ടിപ്പു സുൽത്താൻ കോട്ടയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തി. ചതുരാകൃതിയിലുള്ള ഈ കോട്ട സമുച്ചയം 15 ഹെക്ടർ വിസ്തൃതിയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. എല്ലാ കോണിലും മധ്യഭാഗത്തും കൊത്തളങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആർച്ച് ഗേറ്റ്, കിടങ്ങ്, ടണൽ വഴി, ഹനുമാൻ ക്ഷേത്രം, അതുപോലെ തൂണുകളുള്ള മണ്ഡപം, ഇതൊക്കെ അതിൻ്റെ പ്രത്യേകതകളാണ്. അതുപോലെ ഒരു തുറന്ന കിണറുള്ള അടുക്കളയും കോട്ടയ്ക്കുള്ളിലുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് കേട്ടോ. ബ്രിട്ടീഷുകാരുടെയും അവരുടെ ചരിത്രത്തെയൊക്കെ സ്വാധീനിക്കുന്ന, അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് ഇത് പാലക്കാട് കോട്ട എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഓഫ് കേരളത്തിലെ പുരാവസ്തു സൈറ്റുകൾ, പിന്നെ ആർക്കിയോളജിക്കൽ സൈറ്റ്സ് അതിൽ വരുന്ന ഒന്നാമത്തതാണ്. ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഓഫ് കേരളയിൽ ആദ്യം വരുന്ന ഒന്നാണ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഓഫ് പാലക്കാട് സ്ഥലങ്ങൾ. ഇപ്പം നമ്മൾ ഓരോ കെട്ടിട സമുച്ചയങ്ങളല്ലേ പറഞ്ഞത്, ഇനി സ്ഥലങ്ങളാണ് പറയാൻ. പാലക്കാടിൻ്റെ പുരാവസ്തു സ്ഥലങ്ങൾ.
പുരാവസ്തു ഗവേഷകർ പാലക്കാട് ജില്ലയിൽ നിന്ന് ഈ പ്രദേശത്തിൻ്റെ ചരിത്ര പാരമ്പര്യം വെളിപ്പെടുത്തുന്ന സുപ്രധാനമായ കുറേ കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തലുകളിൽ ഹിസ്റ്റുകളുണ്ട്, പാറമുറിച്ച ഗുഹകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ പ്ലീഡ് കല്ലുകൾ, ഇതൊക്കെ ഉൾപ്പെട്ടിരുന്നു. ബി ഗോവിന്ദ മേനോന്, സി ചന്ദ്രശേഖരൻ മേനോൻ, കെ ചന്ദ്രശേഖരൻ, കെ എം ജോർജ്, ഷിനു എബ്രഹാം, എ രാമൻ നമ്പൂതിരി, പി നാരായണ ബാബു, അതുപോലെ വി സനയ് കുമാർ തുടങ്ങിയ പുരാവസ്തു ഗവേഷകർ, എല്ലാ പേരും പഠിക്കാൻ കഴിയില്ല, മൂന്നെണ്ണം പറഞ്ഞിട്ട് തുടങ്ങിയ പറഞ്ഞെഴുതിയാലും മതി കേട്ടോ, 3 പഠിക്കുക. ഗവേഷകർ ഈ പ്രദേശത്തെ നിരവധി സ്ഥലങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിപുലമായ പഠനം നടത്തി. എന്നിട്ട് അതിൻ്റെ ഒരു രൂപരേഖ അവർ ഉണ്ടാക്കി. മെഗാലിത്തിക് പുരാവസ്തു പഠനത്തിൽ കാര്യമായ സ്വാധീനം ഈ പ്രദേശത്തിനുണ്ട് എന്നവർ അതിൽ കണ്ടെത്തുകയും ചെയ്തു. ഈ പ്രദേശങ്ങളിലെ സംസ്ഥാന പുരാവസ്തു വകുപ്പും ASI എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും സദേൺ സർക്കിൾ ഖനനവും മൺപാത്രങ്ങൾ, പാത്രങ്ങൾ, റെഡ് വെയർ, കേസുകൾ, വെങ്കല പാത്രങ്ങൾ, കറുത്ത പാത്രങ്ങൾ തുടങ്ങി ഒരുപാട് പുരാവസ്തുക്കൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാലക്കാട് നഗരത്തിലെ പ്രധാന മഹാശിലാ കേന്ദ്രങ്ങളിൽ ഒന്നാണ് അണക്കര. അപ്പോൾ പാലക്കാട് കണ്ടെത്തിയപ്പോൾ അവർ ഉദ്ഖനനം ചെയ്തപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പുരാവസ്തു സ്ഥലമാണ് അണക്കര. അതാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഒറ്റപ്പാലം താലൂക്കിലാണ് ഈ അണക്കര എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ശിലാശ്മശാനങ്ങൾക്കും അതുപോലെ എന്താ പറയുക ശിലാവൃത്തങ്ങൾക്കും പേര് കേട്ടതാണ് അണക്കര എന്ന സ്ഥലം. 2008 അണക്കരയിൽ 2 ശ്മശാനങ്ങളും ഒന്നിലധികം സ്മാരകങ്ങളും അതുപോലെ തലക്കല്ലുകളും കുടക്കല്ലുകളും കണ്ടെത്തിയിട്ടുണ്ട്. രാജൻ ഗുരുക്കളിൻ്റെ മേൽനോട്ടത്തിൽ 2007 കുടക്കല്ല് കുഴിച്ചെടുത്തത്. മുകൾ ഭാഗത്തുള്ള ശ്മശാനങ്ങൾ ഈ പ്രദേശത്തിൻ്റെ ചരിത്രഘട്ടത്തെക്കുറിച്ച് ധാരാളം പരാമർശങ്ങൾ അല്ലെങ്കിൽ ധാരാളം വിവരങ്ങൾ നൽകുന്നുണ്ട്. പാത്രങ്ങൾ, ഇരുമ്പ് വസ്തുക്കൾ, പിന്നെ അമ്പ്, അരിവാള്, ഇരുമ്പ് വിളക്ക്, അതുപോലെ അസ്ഥി കഷ്ണങ്ങൾ, പെയിൻറ് ചെയ്ത പാത്രങ്ങൾ, കറുപ്പും ചുവപ്പും കലർന്ന പാത്രങ്ങൾ, 3 കലങ്ങളിൽ നിന്നുള്ള ഒരു കഠാര, ഇതൊക്കെ ആ സൈറ്റുകളിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടുള്ള വസ്തുക്കളാണ്. സൈറ്റിൽ നിന്നുള്ള ഒരു പ്രധാന കണ്ടെത്തൽ ക്വാർട്സാണ്. ക്വാർട്സ് മൈക്രോലിത്ത് എന്ന് പറയും. മൈക്രോലിത്തുകൾ പ്രതിനിധീകരിക്കുന്ന അസറാമിക്, മെസോലിത്തിക് തെളിവുകളാണ് ഈ ക്വാർട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു മൈക്രോലിത്ത് തെളിവ് ഇരുമ്പ് യുഗത്തിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തെയും സൂചിപ്പിക്കുന്നതായിട്ട് അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി മുണ്ടൂർ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറേ മുട്ടി പാലക്കാട്ടെ മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പടിഞ്ഞാറേ മുട്ടി. അപ്പോൾ അണക്കര, പിന്നെ മറ്റൊന്ന് വരുന്നത് പടിഞ്ഞാറേ മുട്ടി. ഇവിടെ ഇതിന് പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നശിപ്പിച്ച അവസ്ഥയിലാണ് ഇവിടെ പല വസ്തുക്കളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഉളിയുണ്ടായിരുന്നു, ഇരുമ്പ് ദണ്ടുകളുണ്ടായിരുന്നു, കൂർത്ത ഇരുമ്പ് കഷ്ണങ്ങളുണ്ടായിരുന്നു, അതുപോലെ വില്ലുകൾ, ഇതൊക്കെ ഈ സ്ഥലങ്ങളിൽ നിന്ന് പടിഞ്ഞാറേ മുട്ടിയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഇരുമ്പ് ഉപകരണങ്ങൾ കണ്ടെത്തിയ സൈറ്റാണ് ഈ പടിഞ്ഞാറേ മുട്ടി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൺപാത്രങ്ങളുടെ പല നിറത്തിലും പല ചായങ്ങളിലുമുള്ള മൺപാത്രങ്ങൾ, പിന്നെ അതൊക്കെയാണ് ഈ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രധാനം. പിന്നെ ആലത്തൂർ താലൂക്കിലെ കണ്ണമ്പ്ര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വാവുമലക്കുണ്ട് വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുമുള്ള സിസ്റ്റ ശ്മശാനങ്ങൾക്ക് പേര് കേട്ടത്. അപ്പോൾ മറ്റു പ്രദേശമാണ് വാവുമലക്കുണ്ട്. ഒക്കെ എവിടെയാണ്? പാലക്കാടുണ്ടാവും. അണക്കര, പിന്നെ പറഞ്ഞതാണ് പടിഞ്ഞാറേ മുട്ടി, പിന്നെ വാവുമലക്കുണ്ട് കേട്ടോ. അത് ഈ സൈറ്റിൽ നിന്ന് ആകെ 13 മെഗാലിത്തിക്കുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. മെഗാലിത്തിക്ക് 1ഉം 2ഉം ഒന്നിലധികം അറകളുള്ള സിസ്റ്റുകൾ ഉൾക്കൊള്ളുന്നതാണ്. ഇതാണ് ഈ പ്രദേശത്ത് നമുക്ക് കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ. ഇതൊക്കെയാണ് അണക്കര, പിന്നെ പടിഞ്ഞാറേ മുട്ടി, വാവുമലക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വൺ വേർഡൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനം ഏതാണ്? അണക്കരയാണ്. അണക്കര എന്ന് ഉത്തരം കൊടുത്താൽ മതി കേട്ടോ. ഇനി മറ്റൊന്ന് പട്ടണമാണ്. പട്ടണം കേരളത്തിലെ എറണാകുളം ജില്ലയിൽ കൊച്ചിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ വടക്കായിട്ടാണ് പട്ടണത്തെ പുരാവസ്തു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത കാലം വരെ ഈ പുരാവസ്തു നഗരം ചരിത്രത്തിൻ്റെ പാളികളിൽ മറഞ്ഞു കിടക്കുകയായിരുന്നു, കണ്ടെത്തിയിട്ടില്ലായിരുന്നു. ഇത് ഒരു പ്രധാന വാസസ്ഥലവും സമുദ്ര വ്യാപാര കേന്ദ്രവുമായിരുന്നു പട്ടണം. ഇതിൻ്റെ ഖനനം കേരളത്തിലെ ആദ്യത്തെ മൾട്ടി ഡിസിപ്ലിനറി ആർക്കിയോളജിക്കൽ അന്വേഷണത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. 2007 കേരള കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് KCHR എന്ന് പറയും, ഷോർട്ട് ഫോം ആണ് പട്ടണം ഉത്ഖനനം ആരംഭിച്ചത്. 8 സീസണുകളിലായിട്ട് ഖനനം തുടങ്ങി. എന്നാൽ കൂടുതൽ ശ്രദ്ധേയമായ 61 കിടങ്ങുകൾ മാത്രമേ ഇതുവരെ പര്യവേക്ഷണം ചെയ്യപ്പെടാൻ സാധിച്ചിട്ടുള്ളൂ. ഇത് മുഴുവൻ പുരാവസ്തു കുന്നുകളുടെയും ഒരു ചെറിയ ഭാഗം, അതായത് ഒരു ഏകദേശം 1% മാത്രമേ കണ്ടുകിട്ടിയിട്ടുള്ളൂ എന്നാണ്. അതിന് മാത്രം അവിടെ പുരാവസ്തുക്കൾ ഉണ്ട് എന്നാണ് ചരിത്രകാരന്മാരുടെ നിഗമനം. അതിൽ തന്നെ മനുഷ്യൻ്റെ അസ്ഥിഭാഗങ്ങൾ, പല്ലുകൾ, അതുപോലെ ഇഷ്ടിക ഘടനകൾ, കരിഞ്ഞ കളിമൺ തറകൾ, ബോർഡുകളുള്ള ഒരു വാർഫ്, പിന്നെ ഒരു തോണി, ടോയ്ലറ്റിൻ്റെ സവിശേഷതകൾ, കിണറുകൾ, സംഭരണ പാത്രങ്ങൾ തുടങ്ങിയ പല വസ്തുക്കളും ഇവിടെ നിന്ന് ഖനനം ചെയ്യപ്പെട്ടതിൽ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ഖനനങ്ങൾ ഇന്ത്യയിലെ
ഇതുവരെ കാണാത്തതായിട്ട് കണ്ടെത്തിയോന്ന് വെച്ചാൽ അതല്ല, പക്ഷെ ഉള്ളത് എന്താണ് വളരെ സമൃദ്ധമായ രീതിയിൽ അവിടെ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഖനനം ചെയ്ത പുരാവസ്തുക്കളുടെയും പുരാവസ്തു ഘടകങ്ങളുടെയും അടിസ്ഥാനത്തിൽ BC 2-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ പട്ടണത്തിൽ തുടർച്ചയായി ജനവാസമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. അതിലും പ്രധാനമായിട്ട് മെഡിറ്ററേനിയൻ കടൽ, ചെങ്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നിവയിൽ വ്യാപിച്ചു കിടക്കുന്ന പട്ടണത്തിൻ്റെ വിപുലമായ സമുദ്ര വ്യാപാര ശൃംഖലകളിലേക്ക് ഗവേഷണത്തിൻ്റെ ഒരു പുതിയ ഒരു വെളിച്ചം വീശുന്നതിനും ഗവേഷകർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുരാതന കാലത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യാപാര പാതകളിലെ പ്രധാന കേന്ദ്രമായ മുജിരി പട്ടണം, ഇതാണ് മുജിരി പട്ടണം എന്നും അറിയപ്പെടുന്ന മുസിരിസിൻ്റെ പുരാതന മുസിരിസ് എന്ന പുരാതന തുറമുഖമായിരുന്നിരിക്കണം പട്ടണം എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അപ്പം പട്ടണം സൈറ്റിൽ നിന്ന് ശേഖരിച്ച പുരാവസ്തുക്കളും വസ്തുക്കളും സൂക്ഷ്മമായിട്ട് തരംതിരിച്ച് രേഖപ്പെടുത്തുകയും അവ ഇപ്പോൾ സൈറ്റ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമുക്കടുത്തത് ഇയാൽ ബിരിയൽ കേവ് ആൻഡ് ചൊവ്വാനൂർ ബിരിയൽ കേവ് ഇൻ തൃശ്ശൂർ. ഇയാൽ ശ്മശാനവും തൃശ്ശൂരിലെ ചൊവ്വാനൂർ ശ്മശാന ഗുഹയും കേട്ടോ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നോക്കുക, റിപ്പബ്ലിക്കൻ കാലഘട്ടത്തിലെ റോമൻ നാണയങ്ങൾ ASI കണ്ടെത്തിയിട്ടുണ്ട്. അത് തൃശ്ശൂരിലെ ചൊവ്വാനൂരിലെ ചരിത്രാതീത കാലത്തെ മെഗാലിത്തിക് ശിലാശാസനമായ ചൊവ്വാനൂർ ശ്മശാന ഗുഹ ASIയുടെ കീഴിലുള്ള ഒരു കേന്ദ്രീകൃത സംരക്ഷിത സ്മാരകമാണ്. തുല്യമായ വൃത്താകൃതിയിലുള്ള ഒരു അറ കവാടമാണ് ഈ ചൊവ്വാനൂർ എന്ന് പറയുന്നത് കേട്ടോ. ഇരട്ട അറകളുള്ള ശ്മശാന സ്ഥലമാണ് ഇയാൽ ശ്മശാന ഗുഹ എന്ന് പറയും. ഇരട്ട അറകളുള്ള ശ്മശാന, അതാണ് അടക്കം ചെയ്തതിൽ, ശരീരം അടക്കം ചെയ്തതിൽ നിന്നാണ് പല പുരാവസ്തു തെളിവുകളും നമുക്ക് നമ്മുടെ പുരാവസ്തു ഗവേഷകർക്ക് കണ്ടെത്താനായിട്ടുള്ളത്. CE 1-ാം നൂറ്റാണ്ടിലെ നാണയങ്ങൾ പാമ്പിൻ്റെ തൊപ്പിയോട് സാമ്യമുള്ള ലാറ്ററൈറ്റ് ബ്ലോക്കുകളായിട്ട് ഈ ഇയാലിലെ അവശിഷ്ടങ്ങളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടു. അത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് പഠിക്കാൻ ആ രണ്ട് പ്രദേശങ്ങളിൽ. നമുക്ക് മെഗാലിത്തിക് ബുരിയൽസ് ഇൻ വയനാടിലെ മഹാശിലാ ശ്മശാനങ്ങൾ, അത് ഇയാൽ ചൊവ്വാനൂരൊക്കെ ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ. നമുക്ക് ഇന്ത്യയിലെ കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന വയനാടിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനും പുരാവസ്തു പ്രാധാന്യത്തിനും പേരുകേട്ടതാണ് കേരളത്തിൽ വയനാട് എന്ന് പറയുന്നത്. ഇരുമ്പ് യുഗം മുതൽ മെഗാലിത്തിക് ശ്മശാന സ്ഥലങ്ങൾ അതിൻ്റെ ഏറ്റവും കൗതുകകരമായ സവിശേഷതകളിൽ വയനാട്ടിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ ഏറ്റവും പുരാതനമായ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് പറയുമ്പോൾ ആ സംസ്കാരങ്ങളുടെ അത്രയും പുരാതനമായ ആ സംസ്കാരങ്ങളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? വയനാട്ടിൽ നിന്ന് കിട്ടും. അത്രയും പുരാവസ്തു ഗവേഷണ അല്ലെങ്കിൽ പുരാവസ്തുക്കൾ അടക്കം ചെയ്തിട്ടുള്ള പ്രദേശമാണ് വയനാടെന്നാണ് തിരിച്ചറിയപ്പെട്ടിട്ടുള്ളത്. ഇത് നമ്മളെന്താ നോക്കുന്നതെന്ന് വെച്ചാൽ ഈ സൈറ്റുകളെ പ്രദേശത്തെ പുരാവസ്തു സമൂഹങ്ങളുടെ ശ്മശാന രീതികളെക്കുറിച്ചും സാമൂഹിക ഘടനയെക്കുറിച്ചുമുള്ള ഒരു ഉൾക്കാഴ്ച നൽകുന്നവയാണ്. അതിലെ പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെ? ഒന്നാമത്തത് കുറുമ്പാലക്കോട്ട. വയനാട്ടിലെ മാത്രം പറയട്ടെ, നമ്മൾ പാലക്കാട് 3 പറഞ്ഞില്ലേ, അതേപോലെ വയനാട്ടിൽ ഒന്ന് കുറുമ്പാലക്കോട്ട. 1980കളിൽ റോഡ് നിർമ്മാണ വേളയിൽ തൊഴിലാളികൾ 40ഓളം പാത്രങ്ങൾ ഇരട്ട നിലകളായിട്ട് ക്രമീകരിച്ചത് കണ്ടെത്തിയിട്ടുണ്ട്. കുറുമ്പാലക്കോട്ടയിലെ സ്ഥലം വളരെ ശ്രദ്ധ നേടിയതാണ്. കൂടുതൽ കുഴിച്ചെടുക്കുമ്പോൾ ഭൂമിയിൽ ആഴത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന ചെറിയ പാത്രങ്ങളും കണ്ടെടുക്കപ്പെട്ടു. ഈ പാത്രങ്ങളുടെ സാന്നിധ്യം പ്രദേശത്തെ ശ്മശാന രീതികളുടെ ദീർഘകാല പാരമ്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തത് വാളാലാണ്. നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ വലാൽ എന്ന് പറയും, വലാലല്ല വാളാലാണ് കേട്ടോ. നോക്കാം, കോടത്തറ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വാളലിൻ്റെ സ്ഥലം 2012 കണ്ടെത്തിയത്. അതിൽ വിവിധ വലിപ്പത്തിലുള്ള കലവറകളാണുള്ളത് വലാലിൽ. ഏകദേശം 749 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വലാല് റബ്ബർ തോട്ടങ്ങളുടെ ഭൂപ്രകൃതിക്ക് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പ്രത്യേകത കേട്ടോ. വയനാട്ടിലെ ഇരുമ്പ് യുഗ നിവാസികളുടെ ശ്മശാന രീതികളിലേക്കൊരു നേർക്കാഴ്ചയാണ് വലാൽ നൽകുന്നത്. ഇപ്പോൾ 2 പ്രദേശങ്ങളായി. ഇതൊക്കെയാണ് കുറുമ്പാലക്കോട്ട, വലാൽ അല്ലേ. ഇനി മറ്റൊന്നാണ് എള്ളുമന്തം കേട്ടിട്ടുണ്ടാവും. എടവക പഞ്ചായത്തിൽ കണ്ടെത്തിയ എള്ളുമന്തം പ്രദേശം 2013 കണ്ടെത്തിയത്. ചരിഞ്ഞ കുന്നിൻ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ ഉരുളകളായിട്ടുള്ള കല്ലുകളാണ് അതിൻ്റെ സവിശേഷത. ഏകദേശം 754 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്ന സൈറ്റ്. ഇതാണ് അക്കാലത്തെ സാമൂഹികവും സാംസ്കാരികവുമായ ചലനാത്മകത മനസ്സിലാക്കാൻ ഏറ്റവും ഉചിതമായ ഒരു പ്രദേശമാണ് ഇത് എള്ളുമന്തം. അപ്പോൾ 3 അല്ലേ. ഇതൊക്കെയാണ് കുറുമ്പാലക്കോട്ട, വലാൽ, പിന്നെ എള്ളുമന്തം. ഇനി അടുത്തത് നമുക്ക് അത് കഴിഞ്ഞു. വയനാട്ടിലെ 3 കഴിഞ്ഞു. പാലക്കാട് നമ്മൾ 3 പഠിച്ചു. ഇനി തുഞ്ചൻ പറമ്പാണ്. തിരൂരിലെ തുഞ്ചൻ പറമ്പ് ഞങ്ങളുടെ ജില്ലയിൽ കേട്ടോ. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ സ്ഥിതി ചെയ്യുന്ന തുഞ്ചൻ പറമ്പ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സാംസ്കാരികവും ചരിത്രപരവുമായ വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ് തുഞ്ചൻ പറമ്പ്. 16-ാം നൂറ്റാണ്ടിലെ കവിയും പണ്ഡിതനുമായ എഴുത്തച്ഛൻ രാമായണവും മഹാഭാരതവും മലയാളത്തിലേക്ക് പുനരാഖ്യാനം ചെയ്തു. സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക്
പുനരാഖ്യാനം ചെയ്തു. ഈ ഇതിഹാസങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് ഇത് സാധ്യമാക്കി. അദ്ദേഹത്തിൻ്റെ കൃതികൾ മലയാളത്തെ ഒരു വ്യതിരിക്തമായ ഭാഷയായിട്ട് ജനപ്രിയമാക്കുക മാത്രമല്ല ചെയ്തത്, പിന്നെ അതിൻ്റെ ലിപിയെ മാനിക്കുകയും കൂടി ചെയ്തു. ഇത് കേരളത്തിൻ്റെ സാംസ്കാരിക സ്വത്വത്തിലെ ഗണ്യമായൊരു അടയാളപ്പെടുത്തലായിരുന്നു. 4 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന തുഞ്ചൻ പറമ്പ് 1964 സ്ഥാപിതമായ തുഞ്ചൻ മെമ്മോറിയൽ ട്രസ്റ്റാണ് കൈകാര്യം ചെയ്യുന്നത്. അപൂർവ കയ്യെഴുത്ത് പ്രതികളിലൂടെയും സംവേദനാത്മക പ്രദർശനങ്ങളിലൂടെയും മലയാള സാഹിത്യത്തിൻ്റെ പരിണാമം വിശദീകരിക്കുന്ന ഒരു സാഹിത്യ മ്യൂസിയവും ഗ്രന്ഥപുര എന്ന ഗ്രന്ഥശാലയും ഉൾപ്പെട്ടിരിക്കുന്ന നിരവധി ആകർഷണങ്ങൾ ഈ സൈറ്റിലുണ്ട്. താളിയോല, കയ്യെഴുത്ത് പ്രതികൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ, എഴുത്തച്ഛൻ ഉപയോഗിച്ചതായി കരുതപ്പെടുന്ന എഴുത്താണി, അദ്ദേഹം തൻ്റെ കൃതികൾ രചിച്ചതായിട്ട് പറയപ്പെടുന്ന പുരാതന കാഞ്ഞിര വൃക്ഷം തുടങ്ങിയ അവശിഷ്ടങ്ങൾ ഈ സൈറ്റിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. സരസ്വതി മണ്ഡപം, ഒരു ഓഡിറ്റോറിയം, തുറസായ മൈതാനം, അതുപോലെ ഇതെല്ലാം അവിടെ പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ സാഹിത്യ പാരമ്പര്യം ആഘോഷിക്കുന്ന 2 പ്രധാന വാർഷിക പരിപാടികളുടെ കേന്ദ്രമാണ് തുഞ്ചൻ പറമ്പ്. ഇതൊക്കെയാണ് വിജയദശമിയും പിന്നെ മഹാനവമിയും അല്ലേ. വിദ്യാരംഭ ചടങ്ങ് വിജയദശമിയിൽ എഴുത്തച്ഛൻ്റെ പൈതൃകവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ശീലമായ മലയാള ലിപിയിൽ ആദ്യാക്ഷരം കുറിക്കാൻ വഴികാട്ടിയായിട്ട് കൊച്ചുകുട്ടികൾ പഠനത്തിൻ്റെ ലോകത്തിലേക്ക് പരിചയപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു ചടങ്ങായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. 1960കളിൽ കേരള സർക്കാർ ഈ ഭൂമി തുഞ്ചൻ പറമ്പ് ഏറ്റെടുക്കുകയും തുഞ്ചൻ പറമ്പിനെ പൈതൃക കേന്ദ്രമായിട്ട് വികസിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ്, പറയപ്പെടില്ല. സാംസ്കാരിക നായകൻ KP കേശവ മേനോൻ സ്മാരകം സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. പതിറ്റാണ്ടുകളായിട്ട് വിവിധ കമ്മിറ്റികളുടെ മാർഗനിർദ്ദേശത്തിൽ ഈ സൈറ്റ് ഊർജ്ജസ്വലമായ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് മാറി. അതിൻ്റെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ ഓഫറുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഗണ്യമായ വിപുലീകരണങ്ങളോടെ ഇന്ന് സാംസ്കാരിക വകുപ്പിൻ്റെ പിന്തുണയോടെ തുഞ്ചൻ പറമ്പ് പൈതൃക പദ്ധതി സൈറ്റിൻ്റെയും അതിൻ്റെ പ്രവർത്തനങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ തുഞ്ചൻ പറമ്പ് സംരക്ഷിക്കുന്നവരാണ് തുഞ്ചൻ പറമ്പ് പൈതൃക പദ്ധതി തുഞ്ചൻ പറമ്പ് പൈതൃക പദ്ധതി. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ സംഭാവനകളെയും കേരളത്തിൻ്റെ സാഹിത്യ പൈതൃകത്തിൻ്റെയും ജീവിക്കുന്ന സ്മാരകമായിട്ടാണ് തുഞ്ചൻ പറമ്പ് കണക്കാക്കപ്പെടുന്നത്. മലയാള ഭാഷയുടെ ചരിത്രം പര്യവേഷണം ചെയ്യാനും ആഘോഷിക്കാനും ആഗ്രഹിക്കുന്ന പണ്ഡിതന്മാരെയും എഴുത്തുകാരെയും സന്ദർശകരെയും ഒക്കെ ആകർഷിക്കുന്ന ഒരു വിദ്യാഭ്യാസ സാംസ്കാരിക കേന്ദ്രമാണ് തുഞ്ചൻ പറമ്പ്. ഇത്രയാണ് നമ്മുടെ കേരള സൈറ്റ്സ് ഉൾപ്പെടെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തൊരു യൂണിറ്റുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.